ഈ അഡ്ജുഡിക്കേറ്ററുടെ മുമ്പാകെ വിശദീകരണം നൽകണം. എന്താ വിശദീകരിക്കേണ്ട കാര്യം? ഇപ്പോൾ കിഫ്ബിക്ക് മസാല ബോണ്ട് എടുക്കാനുള്ള അവകാശം ഉണ്ടോ ഇല്ലെന്നൊക്കെ പോയിട്ടോ, അതൊന്നുമില്ല. ഇപ്പൊ ഷോക്കോസിൽ പറയുന്നത് മസാല ബോണ്ട് വഴി എടുക്കുന്ന ഫണ്ട് ഭൂമി വാങ്ങാൻ പർച്ചേസിന് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ കിഫ്ബി മസാല ബോണ്ട് വഴി എടുത്ത പണം 2600 പരം കോടി രൂപ, അതിലൊരു ഭാഗം ഭൂമി അക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചത്. അത് നിയമവിരുദ്ധമാണ്. ഭൂമി വാങ്ങാൻ നിയമപ്രകാരം പാടില്ല. ലാൻഡ് സ്പെക്കുലേഷൻ, ഭൂമി വാങ്ങാം, കൂടിയ വിലക്ക് വിൽക്കാം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ഇതാണ് അവസാനം മല എലിയെ പ്രസവിച്ചിരിക്കുന്നത്. കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയ തെറ്റില്ല എന്ന്, തെറ്റുണ്ടെന്നൊരു കേസേ ഇടിക്കില്ല. ആകെയുള്ളത് ഭൂമി പർച്ചേസ് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ഉത്തരം വളരെ ലളിതമാണ് കേട്ടോ. ഭൂമി പർച്ചേസ് ചെയ്തിട്ടില്ല, ഭൂമി അക്വയർ ചെയ്തിട്ടേ ഉള്ളൂ. രണ്ടും രണ്ട് നിയമമാണ്. ഭൂമി അക്വയർ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഈ അക്വയർ ചെയ്യുന്ന സമയത്ത് ഭൂമി പർച്ചേസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനയും RBI മാറ്റിയിട്ടുണ്ട്. അതാ പറയുന്നത് രാഷ്ട്രീയ കളിയാണ്, വേറൊന്നുമില്ല. തെരഞ്ഞെടുപ്പായി, അപ്പൊരു പുക പടലം സൃഷ്ടിക്കണം. പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിക്കളയാവുന്ന ഒരു കാര്യവും വെച്ച് ഷോക്കോസ് കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട്. സെൻസേഷണൽ വാർത്തയാണല്ലോ. ഈ രാഷ്ട്രീയ കളിയാ ഇടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്കുള്ള പാദസേവ. പക്ഷെ അതിനൊത്ത് താളം പിടിക്കാനായിട്ട് UDF നേതാക്കന്മാർ ഇറങ്ങുന്നത് സങ്കടകരമാണ്. എൻ്റെ സുഹൃത്ത് രമേശ് ചെന്നിത്തലയുടെ ഒരു TV-യിലെ പ്രതികരണം കേട്ട് പണ്ടേ പറഞ്ഞിട്ടുണ്ടെന്ന്, കിഫ്ബി ശരിയല്ല, പിന്നെ മസാല കൊണ്ട് എടുത്തത് തെറ്റാണ്. മിനിമം കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം ആലോചിക്കാം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ED കള്ളക്കേസെടുത്ത ദിവസം തന്നെയാണ് കേട്ടോ ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയെങ്കിലും BJPയുടെയും കേന്ദ്ര ഏജൻസികളുടെയൊക്കെ ഇടപെടലിന്റെ ദുഷ്ടലാക്കും മനസ്സിലാക്കി രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഈ കിഫ്ബി നിയമം UDF കൂടി ചേർന്ന് പാസ്സാക്കിയിട്ടുള്ളത്. LDF UDF വ്യത്യാസമില്ലാതെ കേരളത്തിലെ ED സമൻസിന് പിന്നാലെയാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം.